ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. കാർ ഡ്രൈവിംഗിൽ ഇങ്ങനെയൊക്കെ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയാം? നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവര് പലരും തന്നെ ഒരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഡ്രൈവിംഗിൽ നിങ്ങൾ ക്ലച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഓടിക്കുക എന്നുള്ളത് കാണാതെ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കാണാതെ പഠിച്ച് മനസ്സിൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് ഒരുപാട് പേര് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. ഇവരുടെ ഒരു മെയിൻ പ്രശ്നമാണിത്. അതായത് ഇപ്പം ഡ്രൈവിങ്ങിൽ എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ പറയും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുന്നു, ഗിയർ മാറ്റുമ്പോൾ നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കേണ്ട സിറ്റുവേഷനുണ്ട്. അതുപോലെ വണ്ടി നമുക്ക് കയറ്റത്തോ നിരപ്പത്തോ എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് കാണാതെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കി വെച്ച കാര്യവും കറക്റ്റാണ്, ഇതൊരു ബേസിക് ആണ്. പക്ഷെങ്കിൽ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ മാത്രമല്ല ക്ലച്ച് ഉപയോഗിക്കുന്നത്. ക്ലച്ച് വേറെ കുറേ അധികം രീതികളിൽ ഡ്രൈവിങ്ങിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇതും കൂടെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലച്ചിനെ മനസ്സിലാക്കി ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ക്ലച്ചിനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഇതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ടും കൂടെ തരിക. നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവര് പലരും തന്നെ ഒരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഡ്രൈവിങ്ങിൽ നിങ്ങൾ ക്ലച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്ന് പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുക്കുക എന്നുള്ളതല്ല ഈ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്ന് ക്ലച്ചിൽ വണ്ടിയെ ബാലൻസ് ചെയ്ത് നിർത്തണം, വണ്ടി ഓഫ് ആകാതെ. റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാനിതേ വന്നിട്ട് വണ്ടി ആ മുന്നോട്ട് മൂവ് ആകുന്ന പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഇനി ഞാൻ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു ശകലം കാല് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി റോഡിൽ അനങ്ങും. അപ്പോൾ അനങ്ങുന്ന ആ പോയിന്റ് ഞാൻ വീണ്ടും ബാലൻസ് ആക്കി പിടിച്ചു. നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നുണ്ട്? ഇപ്പം ഞാൻ വീണ്ടും ഒരു പൊടിക്ക് ക്ലച്ച് താഴ്ത്തിയപ്പോൾ വണ്ടി അവിടെ നിന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് ഒരു ശകലം കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി നീങ്ങി. ആ നീങ്ങുന്ന പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതുണ്ടോ, സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് പിടിച്ച് എൻ്റെ വാഹനത്തെ ഞാൻ നേരെയാക്കി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ ബാലൻസ് ആക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ അത്തരത്തിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, ഡ്രൈവിങ്ങിൽ നിങ്ങൾ അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും നിങ്ങളൊരു ശകലം നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു വെപ്രാളം തുടക്കക്കാർക്ക് വരും ഗിയർ മാറ്റാനായിട്ട്. ആ വെപ്രാളം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പം ഗിയർ ഇടാനായിട്ട് തീരുമാനിച്ചാൽ ഇടത്തെ കാല് ക്ലച്ചിൽ എടുത്ത് വെച്ചു. എന്നിട്ട് ആദ്യത്തെ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിക്ക് സ്പീഡാക്കി. ആക്സിലറേഷൻ എപ്പോൾ കുറച്ചോ അപ്പോൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തു. ക്ലച്ച് എന്ന് ഉടൻ തന്നെ കാല് റിലീസ് ചെയ്തിട്ട് വീണ്ടും ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ഗിയറിലേക്ക് സ്മൂത്തായിട്ട് നിങ്ങൾ ഇട്ടു. ക്ലച്ച് തപ്പാനായിട്ടോ അല്ലെങ്കിൽ തപ്പിപ്പിടിക്കേണ്ട ഒരു സാഹചര്യമോ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വന്നില്ല. നമുക്ക് ചെറിയ ഹമ്പ് അല്ലെങ്കിൽ കുഴിയ് അല്ലെങ്കിൽ എതിരെ ഒരു വാഹനമൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില ക്ലച്ച് ടെക്നിക്കുകളുണ്ട്. ഇവിടെ ചെറിയൊരു ഇതുണ്ടോ, ഒരു ഇറക്കം വന്നപ്പോൾ എൻ്റെ കാല് ബ്രേക്കേ വന്നു, ഒപ്പം ഞാൻ കാലെടുത്ത് ക്ലച്ചേ വെച്ചു. എന്തിനാണ് ഞാൻ കാലെടുത്ത് ക്ലച്ചേ വെച്ചത്? എനിക്ക് ഇൻ കേസ് ഇവിടെ വണ്ടി ഇത്തിരി ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ ബ്രേക്കിനോടൊപ്പം ഞാനിതുകൊണ്ട് ശകലം ക്ലച്ച് ഒന്ന് താഴോട്ട് താഴ്ത്തി ഞാൻ ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്തു. അതായത് ഹാഫ് ക്ലച്ച് പോയിന്റിനോടൊന്ന് താഴ്ത്തി ബ്രേക്ക് ബാലൻസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ആ ഹാഫ് ക്ലച്ച് പോയിന്റിനോട് അടുത്ത വന്ന ലെവലിലേക്ക് ഞാൻ ക്ലച്ച് താഴോട്ടൊന്ന് താഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ വണ്ടി സ്ലോ ചെയ്ത് നമുക്ക് ഓടിക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഇതുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, മൂന്നാമത്തെ ഗിയർ വരികയാണ്. ഇതുകൊണ്ട് ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു, എൻ്റെ കാല് ബ്രേക്കേ വന്നു. നേരത്തെ ഇതുകൊണ്ട് ക്ലച്ച് ഞാൻ ഒരു ശകലം താഴോട്ട് താഴ്ത്തി പിടിച്ചു, എന്നിട്ട് ഫുൾ ക്ലച്ച് ഓട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പോൾ അവിടെ എന്തിനാണ് ഇത്തിരി താഴോട്ട് താഴ്ത്തി പിടിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകരുത്, എഞ്ചിൻ ഓഫ് ആകരുത്. എന്നാൽ എനിക്ക്
റണ്ണിങ് പോരുകയും ചെയ്യണം. അതിനു വേണ്ടിയാണ്. ഒപ്പം തന്നെ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയാൽ വീണ്ടും ക്ലച്ച് ഫുൾ അങ്ങോട്ട് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. ഇങ്ങനെയുള്ള ക്ലച്ചിൻ്റെ ചില ടെക്നിക്കുകളുണ്ട്. അതായത് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ചിനെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ഞാനിതുകൊണ്ടോ സെക്കൻഡ് ഗിയർ വരികയാണ്. ഇപ്പം എനിക്ക് ക്ലച്ചിൻ്റെ യൂസ് ഇല്ല. അപ്പം നമുക്ക് ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കാം. നമുക്ക് വെറുതെ ക്ലച്ചിൻ്റെ മേളിൽ കാലെടുത്ത് വെക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വന്നതിന് ശേഷം എനിക്ക് ഇവിടെ റോഡ് എനിക്ക് സ്ട്രെയിറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു. ദേ ഇടത്തേക്കാൾ ചുമ്മാ ക്ലച്ചിലൊന്ന് എടുത്ത് വെച്ചു. ഒരു വളവാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു. ഇൻ കേസ് ഒരു വണ്ടി വന്ന് എനിക്കൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം, അതിന് ആവശ്യം കഴിഞ്ഞു. ക്ലച്ചിൽ നിന്ന് കാലിവിടെ എടുത്ത് മാറ്റി വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു. സെയിം ടൈമിൽ ക്ലച്ചെ കാലെടുത്ത് വെച്ചു. ആക്സിലറേഷൻ കുറച്ച സമയത്ത് ക്ലച്ച് ചവിട്ടി തേർഡിലേക്ക് ഇട്ടു. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കാലെടുത്ത് ഞാൻ ഫ്ലോറിലേക്ക് വെച്ചേക്കാണ്. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി വരുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു. ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്കും കൂടെ ഒന്ന് ചെറുതായിട്ട് ചവിട്ടി ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് ദേ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നാലാമത്തെ ഗിയറിൽ വന്നു. കണ്ടോ? അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. വീണ്ടും ഞാൻ ഇങ്ങനെ വരുവാണ്. ഇറങ്ങി വരുന്ന സമയത്ത് ഇതുണ്ടോ, ബ്രേക്കിനോടൊപ്പം ക്ലച്ചേലും കൂടെ വന്ന് ക്ലച്ച് ശകലം ഒന്ന് താഴോട്ട് താഴ്ത്തി വീണ്ടും ഫുൾ ക്ലച്ച് ചവിട്ടി ഞാൻ തേർഡിലേക്ക് ഇട്ടു. ക്ലച്ച് റിലീസ് ചെയ്തു. ഇങ്ങനെ കയറി വരികയാണ്. വീണ്ടും എന്ത് ചെയ്തു, ഇടത്തേക്കാല് ക്ലച്ചേ വെച്ചു. അഡ്വാൻസ് സെക്കൻഡ് കൊടുത്തു. ഒരു ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത് വെച്ചേക്കുക. ഇതുണ്ട്, ജംഗ്ഷൻ്റെ അടുത്ത് നേരത്തെ ക്ലച്ചേ വെച്ചു. എന്നിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കൊടുത്തു. ഹാഫ് ക്ലച്ച് ബാലൻസ്. നിങ്ങൾ നോക്കുക, ഈ ജംഗ്ഷനിൽ കയറ്റത്തോട് കൂടിയ ജംഗ്ഷനിൽ ഞാൻ ഹാഫ് ക്ലച്ച് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി ഇവിടെ നിർത്തി. എന്നിട്ട് ഇതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാനിതുകൊണ്ട് പതിയെ അയക്കുകയാണ്. ക്ലച്ചയിലും ആക്സിലറേഷനിലും വണ്ടി നീക്കുകയാണ്. ഈ ടെക്നിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ക്ലച്ചിൻ്റെ യൂസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇതുകൊണ്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയാണ്. ക്ലച്ച് ഒന്ന് താഴ്ത്തി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സൈഡിലേക്ക് സ്ലോ ചെയ്തു. വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് ഔട്ട് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കണ്ടോ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ക്ലച്ചിനെ വ്യത്യസ്ത രീതിയിൽ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സൈഡ് ഒതുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്നിട്ട് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ചിലൊന്ന് വെച്ചു. തേർഡിലാണ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇതുണ്ടോ, ഇവിടെ ക്ലച്ചെ തന്നെ ഞാനൊന്ന് ബാലൻസ് ആക്കായി. ഇതുകൊണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാനിതുകൊണ്ട് ഇങ്ങനെ അയച്ച് ഇതുകൊണ്ട് എൻ്റെ വാഹനം ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്ലച്ചിനെ നമുക്ക് പല രീതിയിൽ ബാലൻസ് ചെയ്യണം. ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനോഹരമായിട്ട് ക്ലച്ചിനെ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാർ ഡ്രൈവിങ്ങിൽ ഇങ്ങനെയൊക്കെ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയാം? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കിക്കുക. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പ്രയോജനം ചെയ്താൽ മറക്കാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.